എങ്ങനെ പോയാലും ഈ കേതുവും രാഹുവും നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും. അതിൽ രാഹുവാണ് കുട്ടികളുടെയൊക്കെ ടീനേജിലൊക്കെ രാഹുർദശ വരുന്ന എത്രയോ അമ്മമാരെന്നെ വിളിക്കുന്നുണ്ടെന്നറിയാമോ. അപ്പോൾ ഇത്രയും നാൾ നന്നായി പഠിച്ചിരുന്നതാണ്, +2 വരെ നന്നായിട്ട് എല്ലാം A1 ഉണ്ടായിരുന്നു, പക്ഷേ അവൾ എൻട്രൻസ് എഴുതി പാസ്സായതുമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ട. പിന്നെ ഇതൊന്നും അല്ല, നിങ്ങളിപ്പോഴും ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്നാണ് മാഡം ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജാതകം നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്ന അവർ പറന്ന് നടക്കുവാണ്. ജ്യോതി മാഡം, സൂര്യൻ ആത്മാവിനെയും ചന്ദ്രൻ മനസ്സിനെയും സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണല്ലോ. ഈ സൂര്യനും ചന്ദ്രനെയും മറയ്ക്കാൻ ഈ രാഹുകേതുക്കൾക്ക് സാധിക്കും. ഈ ഒരു കാര്യം എങ്ങനെയാണ് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഫലങ്ങൾ? ശരിയാണ്. സൂര്യൻ വലിയ പ്രഭാവമുള്ള ആളാണ്. അതുപോലെ തന്നെയുള്ള ആളാണ് ചന്ദ്രനും, അമ്മയും അച്ഛനും. അപ്പോൾ അവരാണ് ഒരു കുടുംബത്തിൻ്റെ നാഥനും നാഥയും. അപ്പോൾ അവിടെ വരുന്ന പല പ്രോബ്ലംസും ഉണ്ടാക്കുന്ന ആരാ? കുട്ടികളല്ലേ. അവരെ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ കലിയുഗത്തിലെ കുട്ടികളെ പോലെ തന്നെയാണ് രാഹുകേതുക്കളും ചെയ്യുന്നത്. അവർക്ക് തലവേദന ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പ്രഭാവമൊട്ട് കുറയുന്നില്ല അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആത്മകാരകനായിട്ട് നിൽക്കുന്ന സൂര്യനും മാതൃകാരകനായി നിൽക്കുന്ന ചന്ദ്രനെയും ഒരു മറ സൃഷ്ടിച്ച് കളയാനായിട്ട് രാഹു ആണെങ്കിൽ മോഹത്തിൻ്റെയും ഫാൻറ്റസിയുടെയും ഒക്കെ ഒരു മറ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ എന്തിനേയും ഉപദേശങ്ങൾ അവർക്ക് ഇഷ്ടമല്ല. ഈ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് എൽഡേഴ്സിൻ്റെ ഉപദേശങ്ങൾ അവർക്ക് മോഹങ്ങളാണ് എപ്പോഴും. അതുപോലെ തന്നെ ഇല്യൂഷൻസാണ്. അപ്പോൾ ആ മറകളിലെ മനസ്സിനെയും മറച്ചു കളയും, ഒരു ആത്മാവിനെയും മറച്ചു കളയും. വേറൊരു ലോകത്താവും, വേറെ കുറേ പുതിയ നിയമങ്ങളുണ്ടാവും അവർക്ക്. അതായത് അതിൽ ചതിയോ പിന്നെ വെട്ടിപ്പോ അല്ലെങ്കിൽ ന്യായമോ നീതിയോ അങ്ങനെയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ സൂര്യൻ്റെ പ്രഭാവമുള്ള ആൾ ആ നീതി വിട്ട് സഞ്ചരിക്കാത്ത ഒരാളായിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രൻ മാതൃകാരകനാണെങ്കിലും തരളിതമായി നന്നായിട്ട് സംസാരിച്ച് നമ്മൾ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നെല്ലാം ഗൈഡ് ചെയ്തു പോകുന്നതാണ്. ഇത് രണ്ടുപേരെയും കുറച്ച് നേരത്തേക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ആ ഗ്രഹണ സമയമാണ് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്ന പോലെ തന്നെ ഈ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഞാൻ വേറൊരു തവണയും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീനേജൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ മോഹങ്ങൾ അധികരിക്കും കുട്ടികൾക്ക്. അതിന് വേണ്ടിയിട്ടുള്ള കുറുക്ക് വഴികൾ ഈ രാഹു കാണിച്ചു കൊടുക്കും. അങ്ങനെ അവരെ എന്താ പറയുക, ഇത്ര രൂപ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഫെയിം ആകാം, നെയിം ഫെയിം പവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ അത് ന്യായമാണോ അല്ലയോ, അല്ലെങ്കിൽ ഈ കൂട്ടുകെട്ടുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി വലിയ എൻ്റെ വീട്ടുകാരല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫെയിം നെയിം ആ രീതിയിലേക്കൊക്കെ ഞാൻ ഈ രീതിയിൽ പോയാൽ കുഴപ്പമാവോ, അവരങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ആ ചിന്തയൊന്നും താൽക്കാലികമായിട്ട് രാഹു ഇൻഫ്ലുവൻസ് ചെയ്ത് രാഹുദശ, രാഹുവിൻ്റെ അന്തർദശ, രാഹു ജാതകത്തിലെ അത്ര പവർഫുൾ അല്ലാതെ ഭാവങ്ങളിൽ നിൽക്കുക, രാശികളിൽ നിൽക്കുക, ആ രാഹുവിനെ തന്നെ വേറെ ഒരു ശനിയോ അങ്ങനെയുള്ള ക്രൂരഗ്രഹങ്ങൾ നോക്കുക, ചൊവ്വയൊക്കെ നോക്കുക, അതിൻ്റെ ഇൻഫ്ലുവൻസിൽ വരിക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോഴത്തേക്ക് ഈ നിയമങ്ങളൊക്കെ തെറ്റും. പ്രത്യേകിച്ച് കലിയുഗത്തിൻ്റെ രാജാവാണ് രാഹു. അപ്പോൾ ഇപ്പം നമ്മൾ പണ്ടുള്ളവരൊക്കെ എന്നെ പോലുള്ളവരാണെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ കാലത്ത് ജീവിക്കുന്നവർ നമ്മൾ പറയും, കുട്ടികളിപ്പോൾ പഴയതുപോലെ അല്ല, അവർക്ക് നീതി ന്യായ കാര്യങ്ങളൊന്നും അല്ല, അവർ ഓരോ ഒഴുക്കിലിങ്ങനെ പോവുകയാണ്. ന്യൂ ജൻ പിള്ളേർ. അപ്പോൾ അവർക്ക് അവരുടേതായ നിയമങ്ങളാണ്. വെട്ടിപ്പിടിക്കുക, ഓടുക, ചാടുക, അങ്ങനെ അവർ ചിലപ്പോൾ നെയിമൊക്കെ ഉണ്ടാക്കും, ഫെയിം ഉണ്ടാക്കും. അവർ പോലും അറിയാതെ അവർ വളരെ ചില എയറിലായി പോകും, ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇങ്ങനെ അങ്ങനെ പോകും. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ വേറൊരു എയറിലാവും. അവർ കുപ്രസിദ്ധിയുടെയും ചിലപ്പോൾ കാരാഗ്രഹം വരെ പോയെന്നും ഇരിക്കും. അപ്പം അതാണ് ഒരു അഡിക്ഷനൊക്കെ കൊണ്ടുവന്ന് വരും. എന്തിനും അഡിക്റ്റായി പോകും അവർ. അത് ഇന്നതെന്നില്ല, ലഹരി ആകണമെന്നില്ല, എന്തിലും അവർ കയറി അങ്ങോട്ട് ആവേശിച്ച് അങ്ങനെ അവർ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആ നീതിയെയും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു മറ വീഴും. ഈ രാഹുവിനെ ഒരു ഫാൻറ്റസിയുടെ ലോകത്താണ് അവർ പോകുന്നത്. അപ്പോൾ ഒരു ജോലിക്ക് കയറുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ അയാൾ നോക്കും ഇവിടെ ഇയാളെ വെട്ടിത്തിരിച്ച് എങ്ങനെ മേളിലോട്ട് പോകാം. അപ്പോൾ അത്രയും നേരം നീ ഭയങ്കര നീതിമാനായിട്ട് വളരെ കൺട്രോളായിട്ട് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ എന്തെങ്കിലുമൊക്കെ അവിടെയൊക്കെ പിടിച്ചിട്ട് വേണമെങ്കിൽ അയാളെ തറ പറ്റിച്ചിട്ട് മുകളിലോട്ടൊക്കെ പോകാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ് ഈ ലഹരി, അതൊക്കെ.
അപ്പോൾ ഒന്ന് കൂടുതൽ പാർട്ടികളിലൊക്കെ ശോഭിക്കാൻ വേണ്ടിയിട്ട്, ഡാൻസിൽ ശോഭിക്കാൻ വേണ്ടി പവർഫുള്ളാണ്. പണ്ടൊക്കെ അങ്ങനെയല്ല, ഡാൻസൊക്കെ നന്നാകാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസുകളാണ് ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഇതും മേമ്പൊടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പവർഫുള്ളായി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മിഴിവ് വരും, അങ്ങനെയാണ് തോന്നുന്നത്. അത് പിന്നീട് ഇത് ഡാൻസ് പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും വയ്യാത്തൊരവസ്ഥയിലേക്ക് ഇവർ ഇത് എഫക്റ്റ് ചെയ്യും എന്നുള്ളത് അവരപ്പോൾ ഓർക്കില്ല. അതാണ് രാഹു. അതേസമയം കേതുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണെന്ന് വെക്കട്ടെ. അപ്പം ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കാര്യം, 7 രാഹു വരുന്ന ഗ്രഹനിലയിൽ 7 രാഹു നിൽക്കുന്നു, കൂട്ടത്തിൽ ശുക്രൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബലമില്ലാത്ത ശുക്രനൊക്കെ ആണെങ്കിൽ ഏത് ഭംഗിയുള്ള സാധനം കണ്ടാലും അതിനകത്തോട്ട് പോകും. ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങൾ, പെൺസൗഹൃദങ്ങളിലേക്കൊക്കെ പോകും. അവിടെ ഒരു നീതി ന്യായമൊന്നും ഉണ്ടാവില്ല, സൗന്ദര്യത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിൻ്റെ പുറകെ. അപ്പോൾ ആ കുട്ടി പോയാൽ എനിക്ക് ഈ കുട്ടി പോയാൽ ആ കുട്ടി, ചിലപ്പോൾ എല്ലാം പാരലായിട്ട് കൊണ്ടുപോകും. ഒന്നിലും ഒരു സത്യസന്ധത ഉണ്ടാവില്ല. തേപ്പൊക്കെ സാധാ, ഇപ്പോഴത്തെ കുട്ടികൾ പറയാൻ തേപ്പൊക്കെ സാധാരണ ഒരു യൂഷ്വൽ പ്രോഗ്രാം ആയിരിക്കും അവരുടെ ലൈഫിൽ. ആ കുട്ടികൾ അങ്ങനെ ആവില്ല ശരിക്കും വളർത്തിയപ്പോൾ. ചില മാതാപിതാക്കൾ പറയാൻ ഞാൻ അങ്ങനെയല്ല അവളെ വളർത്തിയിരുന്നത്. ചിലപ്പോൾ ചില സൈഡുകളിൽ പ്രിൻസിപ്പളൊക്കെ വിളിക്കുമ്പോഴായിരിക്കും ഒരു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയല്ല വളർത്തിയിരുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ആയിരിക്കും വളർത്തിയിരുന്നത്. ആ കുട്ടിയുടെ മനസ്സും ആത്മാവും അങ്ങനെ അത് തന്നെ ഫോളോ ചെയ്ത് പോന്നിട്ടുണ്ടാവും. പക്ഷേ അവിടെ രാഹുർദശയിൽ രാഹു വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഗ്രഹനിലയിലുള്ള കാര്യങ്ങളാണ്. അത് മുജ്ജന്മാർജിത പാപങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഗ്രഹനിലയിൽ ഈ രാഹു ഇങ്ങനെയൊക്കെ വന്ന് ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതൊക്കെ അതൊക്കെ കർമ്മഘടങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഈ മാതാപിതാക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ നിശബ്ദരായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. അതിന് കേതു, ഇനി അടുത്തത് കേതുവാണ്. കേതു വരുമ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റാണ് കേതുർ ദശയിൽ നമ്മൾ സൈലൻ്റായി പോകും. ഭയങ്കരമായിട്ട് തിമിർപ്പിലൊക്കെ നടന്ന ഒരാൾ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് മടുക്കും, വിരക്തി വരും ഇതിനകത്തോട്ട്. ഇതിലൊന്നും ഒരു കാര്യമില്ല, നമ്മളിങ്ങനെയൊക്കെ പോയിട്ടും ഞാൻ എന്ത് നേടി, ഇതല്ല, ഇതിനപ്പുറത്തേക്ക് മനഃശാന്തി, ഒരു ആത്മീയത, അങ്ങനെയാണ്, അതിലാണ്, സ്പിരിച്വാലിറ്റിയിലാണ് ഞാൻ ഉൾവലിയാണ് ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കേതു നല്ല ഭാവത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയ ഗുരുവൊക്കെ ആകാനായിട്ട് അയാൾക്കറിവ് പറ്റും. അതുപോലെ തന്നെ ആത്മീയ തലത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാനും ഗുരുക്കന്മാരെ കിട്ടാനും സാധനകളിലേക്കൊക്കെ പോകാൻ സാധാ പയ്യന്മാരായിരിക്കും ചിലപ്പം, അല്ലാതെ വലിയ പെട്ടെന്ന് ഒരു ദിവസം ഇവർക്കൊരു കോൾ വന്ന പോലെ. അത് തന്നെ, അതായത് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ആ കേതുർദശയുടെ ആ ഭാവം അത് കടന്നു പോകുന്ന സമയത്ത് അതുവരെ നമ്മൾ സാധാ ലൈഫ് പഠിക്കുക, ചിലപ്പോൾ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ഏർപ്പെട്ട് സാധാരണ ലേമാൻ അങ്ങനെ പോകുന്ന ഒരാൾ ഈ കേതുർദശ വരുമ്പോഴത്തേക്ക് അയാൾക്ക് തോന്നി ഇതൊക്കെ എന്ത് നേടി ഞാൻ. രാവിലെ എഴുന്നേറ്റ് 10 മണി ഇത് ഒരു ക്ലോക്ക് പോലെ പ്രവർത്തിക്കുന്നു, രാവിലെ പോകുന്നു, ജോലി ചെയ്യുന്നു, മാസം ശമ്പളം കിട്ടുന്നു, ഞാൻ തിരിച്ചു വരുന്നു, പിള്ളേർക്ക് കൊടുക്കുന്നു, അവർ ജീവിക്കുന്നു, ഇവർ ജീവിക്കുന്നു, ഇതിൽ എന്താണ് ഒരു ഇതുള്ളത്? ടോട്ടലി അയാൾക്ക് അതിനകത്തോട്ട് ഒരു തൃപ്തി വരാതെ വരും. പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കും ഇയാൾക്ക് എന്ത് പറ്റി, പ്രാന്താണോ എന്ന് വരെ വീട്ടുകാർ ചോദിച്ചെന്നിരിക്കും. പക്ഷേ അത് കേതുവിൻ്റെ ഒരു സ്വഭാവമാണ്. സൈലൻ്റ് ആകുക, അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ആകുക, ആത്മഹത്യയിൽ ചിലരൊക്കെ ശരിക്കും വീട് വിട്ടു പോകാനൊക്കെ താല്പര്യം കാണിക്കും. അങ്ങനെ ഭാര്യയൊക്കെ ഉള്ളവരാണെങ്കിൽ ഭാര്യ തന്നെ അതിശയിച്ചു പോകും. ഇതെന്താണ് ഇയാളിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ. പണ്ട് ശണ്ട കൂടുകയെങ്കിലും ചെയ്തിരുന്നു. ചിലപ്പോൾ പരസ്പരം ഇടികൂടുമ്പോഴും ഒരു പൊരുത്തവിടെ വരുന്നുണ്ട്. ഒരാളെ നമുക്ക് ഇടികൂടാനാണെങ്കിലും ഒരാൾ വേണ്ടേ, അതും ഇല്ലാതെ അയാൾ ഭയങ്കര എന്ത് പറഞ്ഞാലും അനങ്ങാതെ വളരെ ആത്മീയമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ അതും നമ്മളിൽ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകും, ഇത് എന്ത് പറ്റി എന്നുള്ളത്. ആ ഒരു ആഴത്തിലേക്ക് സ്വയം ഇറങ്ങിപ്പോകാനും ഇതുപോലുള്ള ധ്യാനമന്ത്രങ്ങളിലേക്ക് അറ്റാച്ച്ഡ് ആവാനും ആത്മീയതയിലേക്ക് കൂടിയിട്ടിറങ്ങാനും ഒക്കെ തോന്നുന്നൊരു ഗ്രഹമാണ് കേതു. എന്നാൽ കേതു മോശമായിട്ട് നിൽക്കുന്ന ആളാണ്. കേതുവിൻ്റെ വേറെ 12-ലൊക്കെ നിൽക്കുന്ന കേതു പാപഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ വളരെ ക്രൂരമായ സ്വഭാവം കാണിക്കുന്ന ആളുമാണ്. സൈലൻ്റായിട്ട് നിന്നിട്ട് അതൊക്കെ ഭാവം അറിയണം. ഭാവം, കൂട്ടുകെട്ട്, കേതു ആരുമായിട്ടാണ് സംയോജിത യോഗം, അതും നോട്ടം, നിപ്പ്, ഇതൊക്കെ വെച്ചിട്ട് ഇതുമുണ്ട്. രാഹു എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ അറിയാം, ആൾ വരുമ്പോഴേ അതെ വരുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാം. മറ്റേത് നമ്മൾ അറിയില്ല. നമ്മളെ കൂടെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആളാണ് ഇത്രയും വലിയൊരു പാര നമ്മളെ ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പാതക അയാൾ ചെയ്തു എന്ന് പോലും ചോദിക്കുക. അതൊക്കെ കേതുവിൻ്റെ വേറൊരു മുഖവും കൂടി ഉണ്ട്, ആത്മീയത മാത്രമല്ല.
അപ്പോൾ അങ്ങനെ ഒരു മുഖം കൂടി നമ്മൾ ചിലതൊക്കെ നമ്മൾ ചില ഇൻസിഡൻസ് ഒക്കെ ഈ കൊലപാതകങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഈ കേസ് ഡയറികളൊക്കെ നോക്കുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ ആ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, വളരെ സൈലൻ്റ് ആയിട്ട് പോയ ഒരാളാണ് എന്നൊക്കെ പറയും. പക്ഷെ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഈ കേതു വളരെ മോശമായിട്ട് നിൽക്കുന്ന ആംഗിളിൽ നിൽക്കുന്നത്, നോക്കുന്നത്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കങ്ങനെ സ്വാധീനം വരും. അപ്പം എങ്ങനെ പോയാലും ഈ കേതുവും രാഹുവും നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും. അതിൽ രാഹുവാണ് കുട്ടികളുടെയൊക്കെ ടീനേജിലൊക്കെ രാഹുർദശ വരുന്ന എത്രയോ അമ്മമാരെന്നെ വിളിക്കുന്നുണ്ടെന്നറിയാമോ. അപ്പോൾ ഇത്രയും നാൾ നന്നായി പഠിച്ചിരുന്നതാണ്, +2 വരെ നന്നായിട്ട് എല്ലാം A1 ഉണ്ടായിരുന്നു, പക്ഷേ അവൾ എൻട്രൻസ് എഴുതി പാസ്സായതുമായിരുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ട. പിന്നെ ഇതൊന്നും അല്ല, നിങ്ങളിപ്പോഴും ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്നാണ് മാഡം ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജാതകം നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്ന അവർ പറന്ന് നടക്കുവാണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പിടിച്ചു കെട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലരുടെ ജാതകങ്ങളിൽ നമ്മൾ പറഞ്ഞ ചില ദോഷങ്ങൾ, സർപ്പദോഷങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെയാണ് കാളസർപ്പയോഗം എന്നൊക്കെ പറയുന്നത് ഇതിനെ കൊണ്ടാണ്. അതായത് രാഹു കേതുക്കളുടെ ആക്സസിൽ അതിൻ്റെ ഉള്ളിൽ അപ്പുറം ഇപ്പുറം നിന്നിട്ട് മറ്റ് ഗ്രഹങ്ങൾ വരിക, അതിൻ്റെ സ്വാധീനം. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും മഹാദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ കാളസർപ്പയോഗമാണെങ്കിൽ അതിന് വേണ്ട പാശുപത മന്ത്രം കൊണ്ട് ഏറ്റുമാനൂരപ്പന് ക്ഷീരധാര നടത്തുക, പിന്നെ കാളഹസ്തി പോവുക പറ്റിയാൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ പണ്ടൊക്കെ കാവുകളുണ്ടായിരുന്നു, എല്ലാ നായർ തറവാടുകളിലും വെച്ച് ആരാധന ഉണ്ടായിരുന്നു, എല്ലാ തറവാടുകളിലും കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ തറവാടുകളിൽ നമ്മുടെ കുടുംബദേവതയായിട്ട് ആരാധിച്ചു വന്ന നാഗത്താന്മാർക്ക് നമ്മൾ വേണ്ട നൂറും പാലും അവരെ ഒന്ന് ഗവനിച്ച് അവർക്ക് ഇന്നത് വേണമെന്നൊന്നും പാവങ്ങൾക്കില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടി കൊടുത്തും ഇതിങ്ങനെ നൂറും പാലും കൊടുത്തും ഒക്കെ നമുക്ക് അവരെ പ്രീതിപ്പെടുത്താം. പക്ഷെ അത് പ്രീതിപ്പെടുത്തണം, അതാണ്. അപ്പോൾ രാഹു കേതുക്കൾക്ക് നമ്മുടെ കർമ്മത്തെ, നമ്മുടെ ജീവിതത്തെ, പിന്നെ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വലിയൊരു പാതകം ചെയ്തു പോയാൽ നമ്മുടെ ജീവിതം പോയില്ലേ. മറഞ്ഞതാണെന്നോ രാഹു മറച്ചതാണെന്നോ ഒന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തു പോയ ആ ഒരു ക്രൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ചെയ്തു പോയാലോ ഒരു ചതി ചെയ്തു പോയാൽ ആ ചതി അവിടെ കിടക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാഹുവിനെ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണോ, അങ്ങനെയാണെങ്കിൽ അതിന് പരിഹാരം തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. മഹാദേവനാണ് ഭഗവാനാണല്ലോ ഇട്ടിരിക്കുന്നതല്ലേ സർപ്പങ്ങളെ. അപ്പം മഹാദേവനെ നന്നായി പ്രാർത്ഥിക്കുക. അഭിഷേകങ്ങൾ പ്രിയനാണ്, ധാരാഭിഷേകമൊക്കെ അതൊക്കെ മുടങ്ങാതെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു വരുന്നാൽ തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാകും. മാറ്റങ്ങളില്ലാത്ത കാര്യങ്ങളില്ല. എന്ത് ശാപം ഉണ്ടെങ്കിലും അതിനൊരു മോക്ഷമുണ്ട്, എന്ത് കർമ്മകടം ഉണ്ടെങ്കിലും അതിനിവിടെ നമുക്ക് പരിഹരിക്കാനുള്ള മാർഗവും ഋഷിവര്യന്മാർ കാണിച്ചു തന്നിട്ടുണ്ട്. ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. അതാണ് രാഹു കേതുക്കൾ. നന്ദി മാഡം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.